ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണാന്ത്യത്തിന് കാരണമായ വാഹനാപകടത്തിൽ കാർ ഉടമയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് എൻഫോഴ്സ്മെന്റ് ആർടിഒ. ഷാമിൽ ഖാൻ മുൻപും കാർ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. സിപിഎം നേതാവ് ബെന്നി കൊലക്കേസിൽ പ്രതികൾ ഉപയോഗിച്ചത് ഷാമിൽ ഖാന്റെ വാഹനമാണെന്നും എൻഫോഴ്സ്മെന്റ് ആർടിഒ രമണൻ പറഞ്ഞു. പരിക്കേറ്റ 5-ൽ 4 പേരുടെ നില മെച്ചപ്പെട്ടു. മരിച്ച മുഴുവൻ പേരുടെയും സംസ്കാരം ഇന്ന് പൂർത്തിയായി. അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ ഉടമ ഷാമിൽ ഖാനെ എൻഫോഴ്സ്മെന്റ് ആർടിഒ വിളിച്ചുവരുത്തിയാണ് മൊഴിയെടുത്തത്. വാഹനം വാടകയ്ക്ക് നൽകിയിട്ടില്ല എന്ന ഷാമിൽ ഖാൻ പോലീസിന് നൽകിയ മൊഴി കള്ളമാണെന്നാണ് ആർടിഒ നിലപാട്. അപകടത്തിലേക്ക് നയിച്ച 4 കാരണങ്ങളാണ് ആർടിഒ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. റെന്റേ കാർ ലൈസൻസും പെർമിറ്റുമില്ലാതെ ഇയാൾ നിയമവിരുദ്ധമായി വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. വാടക വാങ്ങിച്ചുകൊണ്ട് കുട്ടികൾക്ക് കൊടുത്തതാണോ? അയാൾ നിഷേധിച്ചിരിക്കുകയാണ്. വാഹനം വാടകയ്ക്കല്ല കൊടുത്തെന്നാണ് അയാൾ പറയുന്നത്. എടത്വ സ്വദേശി ആൽവിന് തലച്ചോറിനും ആന്തരിക അവയവത്തിനുമാണ് ഗുരുതരമായി ക്ഷതമേറ്റത്. വിദഗ്ധ ചികിത്സ വേണമെന്ന മെഡിക്കൽ ബോർഡ് തീരുമാനത്തെ തുടർന്നാണ് എറണാകുളത്തേക്ക് മാറ്റിയത്. ചേർത്തല സ്വദേശി കൃഷ്ണദേവന് തലച്ചോറിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി. നിലവിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കൊല്ലം സ്വദേശി ആനന്ദ് മനുവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. അപകടത്തിൽ മരിച്ച ആയുഷ് ഷാജിയുടെയും ദേവാനന്ദന്റെയും സംസ്കാരം നടന്നു. ആലപ്പുഴ കാവാലത്തെ വീട്ടുവളപ്പിലാണ് ആയുഷിന്റെ സംസ്കാരം നടന്നത്. കോട്ടയം മറ്റക്കരയിലെ പിതാവിന്റെ കുടുംബവീടിനോട് ചേർന്നായിരുന്നു ദേവാനന്ദന്റെ സംസ്കാരം. ഇരുവരുടെയും ബന്ധുക്കളും നാട്ടുകാരും സഹപാഠികളും അധ്യാപകരുമടക്കം 100 കണക്കിന് പേർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മീഡിയ 1 ആലപ്പുഴ.